ചിക്കൻ കരൾ കുരുമുളകിട്ട് പുരട്ടിയതാണ് ഇന്നത്തെ റെസിപ്പി. കരൾ പുരട്ട് തയ്യാറാക്കുന്നതിനായി 3 മീഡിയം സൈസ് സവാള നൈസായിട്ട് കീറിയതും 10-12 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതും ഒരു പച്ചമുളക് കീറിയതും പിന്നെ കരൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് മുറിച്ചും വെച്ചേക്കണേ. കരൾ പുരട്ട് തയ്യാറാക്കാനുള്ള പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ച് 2 തണ്ട് കറിവേപ്പില ഇട്ട് ഫ്രൈ ആകുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റുക. സവാള സോഫ്റ്റ് ആയ ശേഷം ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും കീറിയ മുളകും ചേർത്ത് വഴറ്റാം. ചെറുതായിട്ട് ഉള്ളി നിറം മാറിയെന്ന് വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാവേ. കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്തോണേ. പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റണം. ശേഷം മുറിച്ച കരളും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ കരളിൽ നിന്ന് കുറേ വെള്ളം ഊറി കിട്ടുന്നതാണ്. ആ വെള്ളത്തിനൊപ്പം 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർക്കാവുന്നതാണ്. വെള്ളം ഏകദേശം വറ്റിയ ശേഷം 2 തണ്ട് കറിവേപ്പില മുറിച്ചതും ചേർത്ത് വീണ്ടും 2-3 മിനിറ്റ് വച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരൾ പുരട്ട് ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക്